മന്ത്ര ടെക്കിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. നമുക്ക് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ക്യാൻവയുമായി കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ക്യാൻവയുടെ 3 വേർഷൻസിനെ കുറിച്ചാണ്. 3 4 വേർഷൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് പറയും. ക്യാൻവയ്ക്ക് 2-3 വേർഷൻസ് ഉണ്ട് എന്ന് പറയാനുള്ളത്. ക്യാൻവയ പ്രീമിയം വെർഷൻ, ഫ്രീ വെർഷൻ, ടീംസ് എഡ്യൂക്കേഷൻ എന്നീ ലെവലിലും 3 വേർഷൻസ് ഉണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ വേർഷൻസ് എടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്രീമിയം വേർഷൻ എന്ന് പറഞ്ഞാൽ 3999 രൂപയ്ക്ക് നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് ക്യാൻവയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഫ്രീ വേർഷനിലുള്ള എല്ലാ ടെംപ്ലേറ്റ്സിനെ കഴിഞ്ഞും ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല പ്രൊഫഷണൽ ടെംപ്ലേറ്റ്സുകൾ പ്രീമിയം വേർഷനിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബീജിൻ റിമൂവറൊക്കെ നമുക്ക് അതിലുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവറൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് റിമൂവറിൻ്റെ ആപ്പുകളൊന്നും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ വെർഷനെ കഴിഞ്ഞും എടുത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പ്രീമിയം വെർഷനിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ജോബ് മേഖലകളെ കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നതാണ് പ്രീമിയം വെർഷനിൽ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് ക്യാൻവയിലെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് കടക്കാം. ക്യാൻവ എന്താണെന്നുള്ളതിനെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി ക്യാൻവയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ക്യാൻവ തരുന്നുണ്ട്. നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെയായിരിക്കും നമ്മുടെ വിൻഡോസ് കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ഡോക്യുമെൻ്റ് ഉണ്ട്, വൈറ്റ് ബോർഡ് ഉണ്ട്, അങ്ങനെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം താഴേക്ക് നമ്മൾക്ക് കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നൊക്കെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്ന രീതിയിൽ നമുക്കിനി ചെയ്യാം. ഇനി നമുക്ക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് കിടക്കാം. ഈ പ്രോജക്റ്റിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കുകളാണ് പ്രോജക്റ്റിൽ കാണും. അതുപോലെ തന്നെ ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ, അത് ഞാൻ ചെയ്ത ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ നോക്കി കാണുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്ത ലോഗോ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മൾ ചെയ്ത പ്രോജക്റ്റിൽ കാണാൻ പറ്റും എന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ്സുകളുടെ ഉള്ളിലേക്ക് കിടക്കാം. ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന കാണാം. ഗണേഷ് ചതുർത്ഥി, ടീച്ചേഴ്സ് ഡേ, ഗണേഷ് ഫുഡ്, ബർത്ത്ഡേ, കോളേജ്, ഓണം, ഇൻവിറ്റേഷൻ ബാഗ്, ഇൻവിറ്റേഷൻ ബ്ലാക്ക്, എഡ്യൂക്കേഷൻ, ട്രാവൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും. എഡ്യൂക്കേഷൻ്റെ വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടുന്നതും പഠിപ്പിക്കാൻ വേണ്ടുന്ന സ്കൂൾ കിട്ട് കാര്യങ്ങളെല്ലാം എഡ്യൂക്കേഷനിലും ഉണ്ട് എന്നതാണ്. അതേപോലെ തന്നെ ട്രാവൽസ് ബ്ലോഗുകൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അത്, അങ്ങനെ നേച്ചർ, ബർത്ത്ഡേ, ബിസിനസ്, ഗെയിമിങ്, ഫാഷൻ, താങ്ക് യു ഇങ്ങനെ പറയുന്ന ഡേറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലെ കാറ്, ഫുഡ്, ഇങ്ങനെ വെഡ്ഡിങ്, ഇങ്ങനെ പോകുന്ന ഒരുപാട് ടെംപ്ലേറ്റ്സ് എന്തോരം വേണമെന്ന് ചോദിച്ചാൽ അത്രയും ടെംപ്ലേറ്റ്സുകൾ നമുക്കുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ റെഡി ടു ലെസൺസ്, അതായത് കറക്റ്റായിട്ടുള്ള ഒരുപാട് ലെസൺസിനെ കുറിച്ചുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സുകളുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, അതെടുത്ത് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെംപ്ലേറ്റ്സുകൾ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് ലെസൺസുമായിട്ട്. അപ്പോൾ ടീച്ചേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒത്തിരി ടെംപ്ലേറ്റ്സുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നതാണ്. ഒരുപാട് ടെംപ്ലേറ്റ്സുകളുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. എല്ലാ വിഷയങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ലെസൺ പ്ലാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്രോജക്റ്റുകളുണ്ട്, ടൈം ടേബിൾസ് ഉണ്ട്, കലണ്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെ വേണോ അത് മുഴുവനും ഈ ക്യാൻവയിലുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ്. അപ്പം നമുക്ക് ഈ ടെംപ്ലേറ്റ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇംഗ്ലീഷിൻ്റെ ലെസൺസ് ഉണ്ട്, സോഷ്യൽ, മാത്സ്, സയൻസ്, നിരവധി ലെസൺസ് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് എന്നതാണ്. എഡ്യൂക്കേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യവും
ഇതിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ നമ്മൾ പേരൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും യൂസ്ഫുള്ളാണ് ഈ ക്യാൻവയുടെ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിന് ലെസൺ പ്ലാൻ തയ്യാറാക്കാം, PPT തയ്യാറാക്കാം. അങ്ങനെ ഇനി ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് എന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് കടന്നു വന്നാൽ ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഫോട്ടോയുടെ ഒരു ലോകം തന്നെയാണ്. നമുക്ക് ഏത് ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടെംപ്ലേറ്റ്സിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നിരവധി ഫോട്ടോസ് കണ്ടില്ലേ, എന്തുമാത്രം ഫോട്ടോസാണെന്ന് നോക്കിക്കുക. അപ്പോൾ ഫോട്ടോസിലേക്ക് വന്ന് പിന്നെ ഐക്കൺസിലേക്ക് വന്ന ഐക്കൺസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഒരു ഇത് തന്നെ നമുക്കവിടെ ലോകം തന്നെ വിരിയിച്ചുകൊണ്ട് നമുക്കവിടെ വരുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ഞാനിത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറയുന്ന ഭാഗങ്ങളിലൂടെ തന്നെ ഒന്ന് കടന്നു പോകാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ ക്യാൻവ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ടോ, ഫ്ലവേഴ്സിനെ കംപ്ലീറ്റ് എന്തോരം ഫ്ലവേഴ്സ്, നിരവധി ഫ്ലവേഴ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എടുക്കുന്ന ഡിസൈനിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും കേട്ടോ. ഐക്കൺസിൽ പോയിട്ട് ഐക്കൺസ് അയച്ചു കൊടുത്താൽ നിരവധി ഐക്കൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഐക്കൺ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കപ്പെടാം. നമുക്ക് ഫോണിൻ്റെ ഐക്കൺ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്ക് ലോഗോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഐക്കൺസ് യൂസ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, കോൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഐക്കൺ യൂസ് ചെയ്യാം. ലൈക്കിൻ്റെ ഐക്കൺസ് എന്ത് വേണേൽ, ഹെഡ്ഫോണ്, ബുക്ക്, ക്ലോക്ക് എന്ന ഐക്കൺസ് മുഴുവനും നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ഇത്രയും റെഡിമെയ്ഡായിട്ട് നമ്മുടെ മുന്നിലേക്ക് ക്യാൻവ എന്ന വളരെ വിസ്മയ ലോകമാണ് തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്തത് മൊബൈൽ ഫോൺ യൂസേഴ്സിനുള്ള, അതെങ്ങനെ മൊബൈൽ ഫോൺ യൂസേഴ്സ്, ഇപ്പം നമ്മൾ ലാപ്ടോപ്പിലുള്ളതായിരുന്നു കാണിച്ചത്. ഇനി മൊബൈലിൽ എങ്ങനെ ഒരു ക്യാൻവ എടുക്കാം, അതിലൂടെ മൊബൈൽ ഫോൺ യൂസേഴ്സിന് എങ്ങനെ ക്യാൻവ ഉപകാരപ്രദമാകുമെന്ന് നോക്കാം. അപ്പം മൊബൈൽ ഫോൺ ഉള്ളവരൊക്കെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രമിക്കുക. അപ്പം മൊബൈൽ ഫോണിലും ഈസി ആയിട്ട് ക്യാൻവ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതാണ്. ലാപ്ടോപ്പിനെ സംബന്ധിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ മൊബൈൽ ഫോൺ യൂസേഴ്സിനും ഉണ്ടാകുന്നുള്ളൂ എന്നതാണ്. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണുക. ഫോർ യു, സോഷ്യൽ മീഡിയ, വീഡിയോ, പ്രസൻറ്റേഷൻ, ഇങ്ങനെ പറയുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പം ലാപ്ടോപ്പിനെ കഴിഞ്ഞ് കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രസൻറ്റേഷൻ ഇതുണ്ടോ, എല്ലാം ലാപ്ടോപ്പിനെ കഴിഞ്ഞ് കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സ്ക്രീനിൻ്റേതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ലാപ്ടോപ്പിലും മൊബൈലിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് DOC, വീഡിയോ, ഇൻസ്റ്റാഗ്രാം സ്ക്വയർ പോസ്റ്റ്, അങ്ങനെ പറയുന്ന സ്റ്റോറീസ്, ലോഗോസ്, യൂട്യൂബ് ടംബ്ലൈൻസ്, പോസ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ റീസെൻ്റ് ഡിസൈൻസ്, അങ്ങനെ പോകുന്ന നിരവധി ടംപ്ലേറ്റ്സുകൾ നമുക്കിതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒത്തിരി യൂട്യൂബുമായിട്ട് കണക്ട് ചെയ്ത് യൂട്യൂബിൻ്റെ ഒരുപാട് തംബ്നെയിൽസ് ഉണ്ട്. അതേപോലെ തന്നെ ലോഗോസ് പ്രസൻറ്റ് ചെയ്യാനുള്ള ലോഗോസ് ഉണ്ട്. അങ്ങനെ നിരവധി, നോക്കിക്കേ എന്തുമാത്രം ടംപ്ലേറ്റ്സും കാര്യങ്ങളുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് തുറന്ന് നോക്കിയാൽ തന്നെ കാണാം. ഫേസ്ബുക്കിൻ്റെ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ എന്തടിച്ചു കൊടുക്കുന്നോ അത് മുഴുവനും നമുക്കവിടെ കാണാൻ പറ്റും. സ്റ്റോറീസ്, മൊബൈൽസിൻ്റെ വീഡിയോസ്, പോസ്റ്റേഴ്സ്, അങ്ങനെ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്ന ഒത്തിരി പ്രോഡക്ട്സുകൾ, കാര്യങ്ങൾ നിരവധി. അതേപോലെ തന്നെ സൂമിൻ്റെ വെർച്വൽ ബാക്ക്ഗ്രൗണ്ട്സുകൾ, അതേപോലെ തന്നെ ക്ലാസ് റൂംസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റേഴ്സ്, ഇങ്ങനെ പോകുന്നു. പിന്നെ നമുക്ക് റെസ്യൂംസുകൾ, നമുക്ക് ചെയ്യാനുള്ള റെസ്യൂംസുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് റെസ്യൂംസൊക്കെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്താ പറയുക, സ്കൂളിൻ്റെ ടൈം ടേബിൾസ് അതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ലെസൺ പ്ലാൻസ്, അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന എന്താ പറയുക ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ നിരവധി നമുക്ക് ടംപ്ലേറ്റ്സുകൾ എവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൊബൈലിലും നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് നിഷ്പ്രയാസം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന
ഒത്തിരി കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സെറ്റിങ്ങിൻ്റെ ഭാഗത്തിലേക്ക് കടന്നു പോയാലും നമുക്ക് അവിടെയും നമ്മുടെ ലാപ്പിൽ കാണുന്ന രീതിയിൽ തന്നെയുള്ള ഇമേജ്, പ്രോജക്ട്സ്, ബ്രാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയും നമുക്ക് ലഭ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൊബൈലിലും വ്യത്യസ്ത മേഖലയിലിരുന്ന് നമുക്ക് ഡിസൈൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആർക്കും അതിൻ്റേതായ ഒരു ടെൻഷൻ വേണ്ട. ലാപ്ടോപ്പിലും മൊബൈലിലുമുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 പേർക്കും യൂസ്ഫുള്ളാകുന്ന രീതിയിൽ, മൊബൈലുള്ളവർക്കും ലാപ്ടോപ്പുള്ളവർക്കും യൂസ്ഫുള്ളാകുന്ന രീതിയിൽ തന്നെ ഞാൻ ഈ ക്യാൻവയുടെ ക്ലാസ് വന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ ഡിസൈൻസിനെ കുറിച്ച് കാണാം. അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ്.